സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല. കാരണം എന്താ, ഇത് നമ്മൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. വേറെ ഒന്നുമില്ല, സുഹൃത്ത് തന്നെയാണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഒരു പോറ്റിയുടെ ഭാര്യയാണ്, ആതിരാങ്ങ എന്നാണ് പേര്, കഠിനംകുളത്ത് രാവിലെ പോറ്റി വന്ന് നോക്കുമ്പോൾ ഇതുപോലെ കഴുത്ത് മുറിഞ്ഞിക്കിടക്കുന്ന നിലയിലാണ് കണ്ടത്. കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കാമുകൻ, ഇൻസ്റ്റഗ്രാം കാമുകനാണ്. അപ്പോൾ ആൺസുഹൃത്ത് എന്നാണ് പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ആൺസുഹൃത്ത് എന്ന് പറയുന്ന ഒരു വർഗ്ഗമില്ല. എല്ലാം എന്ന് പറഞ്ഞാൽ ജാരന്മാരും കാമുകന്മാരും തന്നെയാണ്. പണ്ട് നമ്മൾ ഈ ജാരന്മാർ എന്ന് പറയും, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺസുഹൃത്തുക്കൾ എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇടക്കാലത്ത് കുറച്ച് പരിഷ്കരിച്ചിട്ട് കാമുകന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും. ഈ ഭാര്യ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഫുൾ സമയം പിന്നെ ഫ്രീ ആണ്. ഇവരുടെ പരിപാടി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ പണിയൊന്നുമില്ലാതെ കുറേ പൂവാലന്മാർ അവിടെ ഉണ്ടാകും. ഈ പൂവാലന്മാർ എന്ത് ചെയ്യും, ഒരു ഹായ് ഇട്ട് കൊടുക്കും. അപ്പോഴും എന്നെ സ്നേഹിക്കാൻ ദേ വന്നിട്ട് ഒരു ചുള്ളൻ എന്ന് പറഞ്ഞിട്ട് അപ്പോഴങ്ങോട്ട് ഒരു ഹായ് ഇട്ട് കൊടുക്കും. ഈ രണ്ട് ഹായും പിന്നീട് കൂട്ടിമുട്ടി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് തന്നെ ഒരു പ്രണയമാണ്. അപ്പോൾ ഇവൻ്റെ സ്വഭാവം എന്താണ്, ഇവൻ എങ്ങനെയുള്ളവനാണ്, ഇവൻ സൈക്കോ ആണോ, ഇതൊന്നും ഈ സ്ത്രീക്ക് അറിയില്ല. അതായത് ഇവൻ എവിടെയോ ഏതോ നാട്ടില്, ഇപ്പോൾ ഇവര് തിരുവനന്തപുരത്ത് കഠിനംകുളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് ഈ ചങ്ങായി ചിലപ്പോൾ ഉണ്ടാകുന്ന എവിടെയായിരിക്കും എന്നറിയാം, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കും. അവൻ പിന്നീട് എന്താണ് പറയുക, ഞാനിവിടെ കൊല്ലത്താണ്, ഇല്ലെങ്കിൽ ഞാനിവിടെ എറണാകുളത്താണ് എന്നൊക്കെയാണ് അവൻ പറയുക. പക്ഷെ അവൻ കിടക്കുന്നത് എവിടെയാണ്, ഏതെങ്കിലും ഒരു ലോകത്തിന്റെ കോണിലായിരിക്കും. അവൻ അവിടെ ചെയ്യുന്നത് എന്താണ്, അവന്റെ സ്വഭാവം എന്താണ്, അവന്റെ കുടുംബം എന്താണ്, ഇതൊന്നും അറിയില്ല. അങ്ങനെ 3-4 ദിവസം സംസാരിക്കും. 5ാമത്തെ ദിവസം പറയും ഇങ്ങനെ നിന്നാൽ മതിയോ, നമുക്കൊന്ന് കാണണ്ടേന്ന്. പിന്നീട് മെല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അഴിച്ച് കാണിച്ചു കൊടുക്കലായി. അതോടുകൂടി ഈ സ്ത്രീയുടെ അധോഗതി തുടങ്ങി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ സൈക്കോ ആണോ, അവൻ വല്ലതുമാണോ എന്നൊന്നും നോക്കൂല, അവനെ അങ്ങ് പ്രേമിക്കാൻ തുടങ്ങും. എനിക്ക് ഇവറ്റകളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ആൺ സുഹൃത്തുക്കളെ മതിയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞൂടെ? അല്ലെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാതിരുന്നൂടെ? നിങ്ങൾ ഈ ആൺ സുഹൃത്തുക്കളെയും കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ എന്തിനാണ് ഇപ്പോൾ ആ പൂജാരിയെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുള്ള ഒരാളുമായിട്ട് നിങ്ങൾ പ്രണയിച്ചോ. ഇനിയിപ്പോൾ നല്ല വിശ്വാസമുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രണയിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ. ശരിയാണ്, നിങ്ങളെ ഭർത്താവിന് അതിന് കഴിവില്ല, അയാൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോറ് അണ്ണാക്കിലിട്ട് തരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ആ മനുഷ്യൻ പണി ചെയ്യേണ്ടി വരും. അങ്ങനെ പണി ചെയ്ത് കല്ലിനും അതിനും ഇവനും ഒക്കെ പണി ചെയ്ത് ആ മനുഷ്യന് ചിലപ്പോൾ സ്നേഹിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്നേഹിക്കാൻ വേണം. അങ്ങനെ സ്നേഹിക്കാൻ വേണ്ട ഒരാളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളെ സ്നേഹിച്ചോ. നിങ്ങൾ എന്തിനാണ് ഈ സൈക്കോകളെ പോയിട്ട് സ്നേഹിച്ചിട്ട് എൻ്റെ സ്ത്രീകളെ നിങ്ങളുടെ ജീവിതം കളയുന്നത്? നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയറിലോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് വലിയ കത്തിയുടെ മുനയിലോ എന്തിനാണ് നശിപ്പിച്ച് കളയുന്നത്? അപ്പോൾ ഈ 2-3 ദിവസം മുമ്പ് ഈ വിദ്വാൻ ഇവരുടെ വീട്ടിൽ വന്നു. ഈ വീട്ടിൽ വന്നപ്പോൾ ഇവരെ ഈ ഭീഷണിപ്പെടുത്തി. എന്താണെന്ന് വെച്ചാൽ ഈ പോറ്റീൻ്റെ ഭാര്യനാ. ഈ പോറ്റി കണ്ടു ഇതെല്ലാം. പോറ്റി കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ എന്താണ് പോറ്റി എന്ന് പറഞ്ഞാൽ പൂജാരി എന്നിട്ടാ. പൂജാരി കണ്ടു. അപ്പോൾ പൂജാരി പറയുകയും ചെയ്തു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പോലീസിൽ പിന്നെ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ നാട്ടുകാരോട് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്ത്രീൻ്റെ ഭീഷണി, അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ എന്നെ ജീവനോടെ കാണത്തില്ല മനുഷ്യാന്ന്. ഇത് കേട്ടപ്പോൾ ഇയാൾ പേടിച്ചു പോയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവിഹിതം നാടറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ പറഞ്ഞത്, ഇതാരും അറിയണ്ട, ഇതറിയാതെ നമുക്കങ്ങ് തീർക്കാമെന്ന്. ഏതായാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെയാണ് സംഭവിച്ചത്. 11:30 മണിയോട് കൂടിയിട്ട് ഈ പൂജാരി വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഈ ഭാര്യ കുത്തേറ്റ് മരിക്കുന്നതും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കൂട്ടർ ഉണ്ടല്ലോ അതും കൊണ്ടാണ് കൊലപാതകി പോയത് എന്നാണ് പറയുന്നത്. ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സൈക്കോ തന്നെയാണ് ആള്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കൊലപാതകങ്ങൾ ഇനിയും സംഭവിക്കാനുള്ള ഇടയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്ത്രീകളുടെ, വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ യുവതികളുടെ പ്രധാനപ്പെട്ട പോക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. കാരണം എല്ലാവരും ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ പ്രണയിക്കുകയാണെങ്കിൽ 40 കഴിഞ്ഞ സ്ത്രീകളെ പ്രണയിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ മര്യാദയ്ക്ക് നിൽക്കുന്ന ഒരു വീട്ടമ്മയായിരിക്കും. ഈ വീട്ടമ്മയുടെ മനസ്സങ്ങ് കുളിർന്നങ്ങ് ധരിക്കുകയാണ്. ഓ എന്തൊരു സുഖമാണ്. അപ്പാടെ അതിൻ്റെ അടിയിൽ പോയിട്ട് ഒരു കമൻറ്റ് ചെയ്തു. ഈ കമൻറ്റ് എഴുതി ഒരു നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഒരു 10 റിക്വസ്റ്റ് അവർക്ക് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെയും ഉദ്ദേശം ഇതാണ്. ഇത് എഴുതിയിടുന്നവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ താല്പര്യമുള്ള കുറച്ച് സ്ത്രീകളെ ഇങ്ങോട്ട് പിടിക്കുക, അതിലൊരു 10-20 എണ്ണത്തിനെങ്കിലും വശത്താക്കുക, അവരുടെ കുടുംബവും കുട്ടിച്ചോർ
ഓവറാക്കിയിട്ട് അങ്ങ് വിടുക എന്നുള്ളതാണ് ഇവൻ്റെ ഉദ്ദേശം. അല്ലാതെ വേറെയൊന്നുമല്ല. 40 കഴിഞ്ഞ് സ്ത്രീകളെ ശ്രമിക്കുന്നത് ഭ്രാന്തല്ല ഇവനടന്ന്. അവരുടെ മക്കളും ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ പോയിട്ട് സ്നേഹിക്കാൻ ഇവനെന്താ ചൊറിച്ചലുണ്ടാ? ഇവൻ്റെ പിന്നെ മറ്റേ ഇത് എന്താ പറയേണ്ടത്, അത് പട്ടിക്കെട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിന് ഇങ്ങനത്തെ ടീമുകളെ പിടിച്ചിട്ട്. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ തലിയും പാലും ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് KV എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു പിന്നെ പോസ്റ്റ്, അതിൻ്റെ അകത്ത് വന്നൊരു പോസ്റ്റാണ്. അതിൻ്റെ അകത്ത് ഏകദേശം എന്ന് പറഞ്ഞാൽ 200K സബ്ബൊക്കെ ഉണ്ട്, ഈ പിന്നെ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് വന്നൊരു പിന്നെ ഇതാണ്, പ്രേമിക്കുന്നുണ്ടെങ്കിൽ 40 കഴിഞ്ഞ സ്ത്രീകളെ പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അതിൽ കുറേ കമൻറ്റുകൾ, എൻ്റെ ഭർത്താവിനെ എന്നെ സ്നേഹിക്കാൻ സമയമില്ല, അദ്ദേഹം 24 മണിക്കൂർ എന്ന് പറഞ്ഞ ജോലിയിലാണ്, പിന്നെ മറ്റവരാണെങ്കിൽ എൻ്റെ ഭർത്താവ് പോയിട്ട് 22 വർഷമായി ഗൾഫിലാണ്, അയാൾ വല്ലപ്പോഴും ലീവിന് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴികളെല്ലാം നിരനിരയായിട്ട് ഇറങ്ങിയിട്ട് ഇതിലെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് വിടും. അതോടുകൂടി അവരുടെ കുടുംബവും തീരും എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ ഇതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയി കഴിഞ്ഞാലും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാം. പക്ഷേ ഇമാതിരി തോന്നിയവാസങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്ന് നശിച്ചു എന്ന് പിന്നെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലും നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പറ്റൂല ഒരിക്കലും. അതായത് ഒരിക്കലും ഇപ്പം നമ്മൾ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇനി ഞാൻ നാളെ മുതൽ കാണിച്ചു തരില്ലേ എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞായില്ലേ, അവൻ ഇതും കൊണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള പോൺ സൈറ്റുകളിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇത് പിന്നെ പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ്. അവൻ അതിൻ്റെ പൈസയും കിട്ടും. അവൻ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും. അതായത് വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഇത് മാത്രം ഇത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പൈസയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ ഇമാതിരി ചതിക്കുഴികളിൽ വീഴരുത്. നിങ്ങൾ എത്ര ബുദ്ധിയുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളും അറിയാതെയാണ് ചെയ്യുന്നതെങ്കിലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത് ലോകം തെച്ചു അറിയാം. ഈ അവീതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് മുഴുവൻ നാറിക്കഴിഞ്ഞാലും നമ്മളറിയില്ല എന്നുള്ളതാണ്. അതാണ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ വാട്സാപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും പിന്നെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആയാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യുക. അനാവശ്യങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾ വായിച്ചോ, അതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചറുകൾ വായിച്ചോ, പക്ഷേ കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ അതുപോലെ അനുകരിക്കാനോ അതുപോലെ ഹായ് കൊടുക്കാനോ ഒരുപാട് കോഴികൾ വരും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ജീവിതമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി അതായത് വല്ലവനും കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ പോയിട്ടൊരു മെസ്സേജ് അയക്കാനോ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് ഇടാനോ ഒന്നും പാടില്ല. നിങ്ങൾ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു തിരിച്ചുവരവില്ല. അതാണ് അവൻ എങ്ങനെയെങ്കിലും നിങ്ങളെ കറക്കി എടുത്തിരിക്കും എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ മോഹന വാഗ്ദാനങ്ങളുണ്ട്. മോളൂസേ എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും എന്നല്ല. അതായത് നമ്മളെല്ലാവരും കണ്ടതാണ്. നല്ല രീതിയിൽ പോകുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ഈ ഉപ്പും മുളകും എന്ന് പറഞ്ഞിട്ട്. ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന ആ സീരിയലിൽ ഈ നടി അതായത് 65 വയസ്സുള്ള നടിയായിരുന്നു. ആ നടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 22 വയസ്സുള്ള ഒരു യുവാവിൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത്. ആ ഹോട്ടലിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഐഫോണാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഐഫോൺ തരാം ഇവിടെ വന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ എത്തി നോക്കുമ്പോഴേക്കും അവരുടെ ജീവിതം മുഴുവൻ നശിച്ച് ഇന്ന് അവരെവിടെയാണെന്ന് പോലും ഒരാൾക്കും അറിയില്ല. അവർ ശരിക്കും ഒളിവിൽ തന്നെയാണ്. അവർക്ക് ഒരിക്കലും ഈ പുറലോകത്തേക്ക് പിന്നെ വരാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം വൃത്തികെട്ട വീഡിയോ ആണ് ഈ പയ്യൻ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അതോടുകൂടിയിട്ട് അവരെ സീരിയലിൽ നിന്ന് ഒഴിവാക്കി, അവരെ മറ്റ് സിനിമകളുണ്ടായിരുന്നു അതിൽ നിന്ന് ഒഴിവാക്കി. KPSCൻ്റെ പ്രധാനപ്പെട്ട ഒരു നടിയാണ്, 65 വയസ്സോളം പ്രായമുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അതായത് അവൻ ഏതായാലും മുതലെടുത്തു, ചൂഷണം നടത്തി. അതുകൂടാതെ ഈ പിന്നെ വൃത്തികെട്ടവൻ എന്ത് ചെയ്തു പറഞ്ഞ് ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് കൂടി ചെയ്തു എന്നുള്ളതാണ്. അവരുടെ മക്കൾ വരെയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ജീവിതം അങ്ങ് നശിച്ചുപോയി. ഒരു ഐഫോണിന് വേണ്ടിയിട്ട് പോയതാണ്. ഒരു ഐഫോൺ പുതിയത് തരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നുള്ള മോഹന വാഗ്ദാനത്തിൽ പോയതാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, മറ്റവനെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ രണ്ടും ചക്കിക്കൊത്ത ചങ്കരന്മാരാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.